മുത്തളി പാത്തുമ്മാവളുടെ ലംഘുണരുന്ന കിനാവിലുദിച്ചത്. ഹലോ, ഒരു മിസ് കോള് കണ്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ അല്ലേ. അതെ, പ്രാക്ടിക്കൽ എക്സാം എത്ര മണി വരെ ഉണ്ട്? ഓനൊന്ന് പെട്ടെന്ന് തീർക്കോ? ഞാൻ ഓൾറെഡി ഓന് ആവശ്യമുണ്ട്. ആ പറഞ്ഞേക്കാം ആളെ പറഞ്ഞേക്കാം. ശരി എന്നാല്, ഓക്കെ. എന്താണ് ഇരിക്ക്. എന്താണ് പരിപാടി? എന്താ ഇങ്ങനെ പോണ്, നല്ല പരിപാടി ആയിട്ട് തന്നെ. വീട്ടുകാരൊക്കെ എന്തേ എല്ലാരും അങ്ങോട്ട് പോയി? ഒരു കല്യാണം ഉണ്ട് ഇന്ന്. അതെ, മറ്റേരെ കല്യാണാണ്. എന്നാലും നമ്മളൊന്ന് പോയിട്ട് നോമ്പാണെങ്കിലും ഒന്ന് ചെല്ലാന്ന് വിചാരിച്ച്. ശരി. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. അങ്ങനെ പിന്നെ ചൂട് ചൂട് കഴിക്കാൻ പറ്റൂല. ഇന്നലത്തെ ഒരു മഴയുടെ കടുപ്പാണ് ഇന്ന്. പിന്നെ ഞാൻ ഇപ്പൊ 3-4 തവണ ഇങ്ങോട്ട് വരുന്നേ. മറ്റേ കല്യാണത്തിന്റെ കാര്യല്ലേ? നിങ്ങളെ അഞ്ചത്തിലെ കല്യാണത്തിന്റെ കാര്യം തന്നെ. എന്തിപ്പോ ആലോചിക്കാനുള്ള? അതിന് പ്രായം കൂടി വരികട്ടോ. പിന്നെ ഇത്രയും ദൂരം എന്ന് പറയുമ്പോഴേ സംഭവം ഇപ്പൊ ഒരുപാട് ദൂരായില്ല. അതുകൊണ്ടാണ്. എന്ത് ദൂരം? പ്രായം എത്രയാ കുട്ടിക്ക്? ആറിയ കഞ്ഞി പഴം കഞ്ഞി എന്നാ പറയാ പണ്ട്. അങ്ങനെ അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. 10-20 വയസ്സാവണുള്ളൂ. പിന്നെ അതിനെ കല്യാണം കഴിച്ചു കൊടുത്തൂടെ? 20 ധാരാളം തന്നെയാണ്. ഇനി കണ്ടാ എന്നുവെച്ചാല് ഞങ്ങളാകെ ഞങ്ങക്ക് ഉമ്മയും വാപ്പയും പറഞ്ഞ മാതിരി 2 മക്കൾക്കും. പണ്ടത്തെ കാലൊന്നുമല്ല. അപ്പൊ ഉമ്മയും വാപ്പയും പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലം മക്കളൊക്കെ ഇപ്പൊ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഇതേപോലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിനെ പഠിപ്പിച്ച് ഡിഗ്രി പഠിപ്പിക്കണം, ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പ്രായം കയറി കുട്ടി ഏതോ ഒരുത്തന്റെ ഒപ്പാണ് ചാടിപ്പോയി. അപ്പൊ അതാണ് പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെ ചിന്തിക്കാന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. വളർത്തുന്നുണ്ട് 2-3 എന്താവോ എന്തോ. എപ്പോഴും തേട്ടം ഇങ്ങനെ കണ്ണീര് പിടിപ്പിക്കല്ലേ. ഇത് ഇപ്പൊ വളർത്തുക എന്ന് പറഞ്ഞാല് എത്രത്തോളം ഇപ്പൊ ഇതിങ്ങനെ വളർത്തുക? ഇതിങ്ങനെ വളർത്തിക്കൊണ്ടായിട്ട് ഇങ്ങനെ ഇതാവാനുള്ളതല്ലല്ലോ. കല്യാണം കഴിച്ചാണ്ട് കൊടുക്കണം. ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ, നല്ലൊരുത്തന്റെ കയ്യിലാണ്ട് കൊടുക്കുക. ഇതിപ്പോ ഞാൻ മൈസൂര്, ഇതിപ്പോ എല്ലാരും ഞങ്ങൾക്ക് മനസ്സിലായിരിക്കും നിങ്ങൾ എതിർക്കണേന്റെ കാര്യം എന്താന്നുള്ളത്. മൈസൂർ കല്യാണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ. മൈസൂർ കല്യാണത്തിന്റെ കേസല്ല, നമ്മൾ അയമുട്ടിക്കാരന്റെ പേരക്കുട്ടിനെ അങ്ങോട്ടാ കെട്ടിച്ചത്. നിങ്ങൾക്ക് അറിയോ? മൈസൂർക്ക് ആരാ കെട്ടിച്ചത് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല. നിങ്ങളാണ് കല്യാണം നടത്തിയത്. മറ്റേ അയമുട്ടിക്ക ഇവിടുത്തെ KP അയമുട്ടിക്കാരൻ. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു തരക്കെടും ഇല്ല. അപ്പൊ പട്ടിണിയാണ്. ആരാണ് ഈ തൊള്ളേ തോന്നിയ വർത്താനൊക്കെ പറയണത്? വെറുതെ പറയണം. ആ കുട്ടി അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. 2 കുട്ടികളും ഉണ്ട്. വോയിസ് മെസ്സേജ് ഫോണിൽ കിടക്കണില്ല പൊന്നാര. അതൊക്കെ വെറുതെ എന്തെങ്കിലും പറയണാവുന്നു, അല്ലാണ്ട് എന്താ. ഇതിപ്പോ നല്ലൊരു കൂട്ടരാണ്. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതന്നെയല്ലേ എന്റെ അക്കാട് നിങ്ങൾ പറഞ്ഞത് അയമുട്ടിക്കാനോട്. എന്നിട്ട് എന്തുണ്ടായത്? ഇത് പിന്നെ ഇപ്പൊ എല്ലാതൊന്നും ഒരേപോലെ ആവൂലാന്ന്. അയമുട്ടിക്കാന്റെ അതിപ്പോ ഓന് പണിയില്ലാത്തതിന്റെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആക്കിപ്പോ മാറി. ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ലെവലായിട്ടുണ്ട്. അതാണ് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ എന്താ, അല്ലാണ്ട് ഒരു ഉപദ്രവ പീഡന അങ്ങനത്തതൊന്നുമില്ല. ആൾക്കാർക്ക് ഇവിടുന്ന് കുട്ടികളെ തന്നെ മൈസൂർക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് പറഞ്ഞാൽ മൈസൂർ കല്യാണം അപ്പൊ കുഴപ്പമായി. ഈ സ്ഥലത്ത് നിങ്ങൾ എത്ര മൈസൂർ കല്യാണം നടത്തിയിട്ടുണ്ട്? ഞാൻ ഇവിടെ 10 രൂപ നടത്തിയിട്ടുണ്ട്. 10 രൂപത്തിന്റെ കഥ ഒരു കുഴപ്പമില്ല. തോന്നല് മാത്രം. ഞാനത് കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചു. കൂടപ്പറപ്പ് പെടക്ക് തൽക്കാലം താല്പര്യമില്ലാത്തോണ്ടാ. ഇത് നിങ്ങൾക്ക് വെറും തോന്നലാണ് താത്തേ. കാരണം എന്താന്ന് വെച്ചാ ഒരു അസൂയക്കാര് പറയണാണിത്. നമ്മളെ നാട്ടിലത്തെ ഓരോ അസൂയക്കാര് ഞാൻ ഒരു കല്യാണം നടത്തുന്നു, അപ്പൊ അതിന്റെ എന്തേലും ചില്ലറ കമ്മീഷനൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ നമ്മളൊരു തൊഴിലും കൂടിയാണിത്. എന്റെ വായിലിരിക്കുന്ന വർത്താനം വെറുതെ കേൾക്കാൻ നിൽക്കണ്ട. ഞാൻ എന്നോട് ഈ 2-3 പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ എന്നോട് ആവശ്യമില്ലാത്ത ഒരു വർത്താനം ഞാനോട് പറയാൻ വന്നിട്ടില്ല. എന്താ പറഞ്ഞേ? കമ്മീഷൻ മാത്രം മേടിച്ച്. എടാ ഇതൊക്കെ അവിടെ ഉള്ള 2-3 കെട്ടിയവർക്കൊക്കെ ഇവിടുന്ന് പെൺകുട്ടികളെ അന്റെ കാറും അന്റെ മോതിരം അന്റെ വാച്ചൊക്കെ എങ്ങനെ ഉണ്ടായത്? ഈ ആരാം പെൺകുട്ടികളെ കണ്ണീരോണ്ട് ഞാൻ ഈ കുടുംബത്തിൽ കയറി വരുമ്പോ എന്റെ പെരടുള്ളിക്കാളിലെ കയറി വരുന്ന ഞാൻ ആനെ കുറ്റിച്ചോണ്ട് അടിച്ചു കൊടുത്തത്. ഈ കല്യാണക്കാരൻ പറഞ്ഞ എന്റെ കുടുംബത്തേക്ക് വന്ന തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ നിങ്ങള് കുറച്ച് ഏജൻസിക്കാരും കുറച്ച് ബ്രോക്കർമാരും ഉണ്ട്.
അവിടെ 2, 3, 4 കെട്ടിയവരൊക്കെയാണ്. തന്താരാണ് ചിലതൊക്കെ ഇവിടെ വന്നിട്ട് ഈ കീളിന്ന് മക്കളെ കല്യാണം അത് കഴിച്ചു. ഞമ്മള് നോക്കണം. ഇങ്ങനെ വേണ്ടങ്ങള് വെറുതെ എന്റെ വായിലിക്കണ കേൾക്കാൻ നിക്കണ്ട. എന്റെ വാപ്പയും ഞാനും കൊറേ അന്വേഷിച്ചു ഈ നാട്ടില്. അത് ശരി, ഇത്തിരി പൈസക്കും വേണ്ടിട്ട് നിങ്ങളൊക്കെ ശരിക്കും ആ പെൺകുട്ടികളോട് ചെയ്യണ എന്ത് ചതിയാണ്ടോ, എന്ത് ചതിയാണ്. അവിടെ വോറ്റിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പനി വന്ന ഡോക്ടറെ കാണിക്കാൻ നിവർത്തില്ല, ഒരു നേരം ഭക്ഷണം നല്ല പോലെ കൊടുക്കണില്ല. അടിമപ്പണിയാണ് ഓച്ചലോടെ കളിക്കുന്നത്. ഇതൊക്കെ പലരും വെറുതെ പറയണ ആര് പറഞ്ഞു ഇന്റെ ഏട്ടത്തിന്റെ മോൾക്ക് സംഭവിച്ചത് എന്താ? ഇന്റെ ഏട്ടത്തിന്റെ മോൾക്ക് സംഭവിച്ച അന്ന അന്ന് ഞാൻ കാണണം വിചാരിച്ചു. അത് ഞാൻ നടത്തിയല്ല, അത് ഞാൻ ഈ നടത്തിയ ജന്നെ നടത്തിയതാ കല്യാണ കാര്യം. ഈ ജന്നെയാണ് ഇജ്ജ് എന്താ പറഞ്ഞത്? ഓനിക്ക് കമ്പനിയിൽ ജോലി ഉണ്ട്, ഓനിക്ക് അങ്ങനെയാണ്, ഓനിക്ക് ലക്ഷങ്ങള് വരുമാനം, ഓൻ ചായക്കട നടത്തുക, ബാക്കിൽ വേറെ ബിസിനസ് ഉണ്ട് ഓനിക്ക്. എന്തപ്പോ ഇതിനൊക്കെ പറയാ. ഞാൻ അങ്ങനെ ഒരു വേണ്ടാത്ത തരത്തിലുള്ള ഒരു കാര്യം ഇല്ല, കൊടുത്തിട്ട് ഞാൻ ഇല്ല. എവിടെയും ഇല്ല, ഇതാക്കിയിട്ടില്ല. എവിടെയും ചെയ്തിട്ടില്ല. അതൊക്കെ എന്തിന്റെ കേടാ? ഈ കണ്ണി കണ്ട പെൺകുട്ടികളെ കണ്ണീര് വിട്ടിട്ട് നാളെ എന്റെ കുടുംബത്തിൽ 10 പൈസ എന്റെ മക്കൾ നന്നാവുമോ? എന്റെ മക്കൾ എനിക്ക് നിന്റെ കാര്യത്തിന് കിട്ടുവോ? ഈ ചെറിയ ചെറിയ പെൺകുട്ടികൾ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുടുക്കണ്. ഞങ്ങളത്തെ ഈ ഇല്ലാത്ത സ്വർണം എടുത്തിട്ട് ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ടേ 4, 5 പവനും എടുത്തിട്ട് എന്നാ അത് മതിയല്ലോ വെച്ചിട്ടാ പല തള്ളാരും തന്താരും ഇതേപോലത്തെ കല്യാണത്തിന് മെനക്കിടുന്നത്. അപ്പൊ നിങ്ങൾ അത് ചൂഷണം ചെയ്യാൻ നിൽക്കല്ലേ? ഞാൻ നല്ല കാര്യമല്ല ഇത് ഓരോ കല്യാണം നടത്തി കൊടുക്കുന്ന ഓരോ പവൻ വീതാ മേടിച്ചിരിക്കണത്. അത് അവരെ വീട്ടുകാര് നോക്കണ്ടേ. അപ്പൊ ഞമ്മക്ക് ഇതൊരു തൊഴിലല്ലേ, ഞമ്മക്ക് എന്തേലും കിട്ടണ്ടേ. എന്റെ പടച്ചോനെ, അനക്ക് മക്കളുണ്ടാ? എനിക്ക് മക്കളുണ്ടല്ലോ, ഓ പിന്നെന്താ. പടച്ചോനെ, ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും അറിയും. ഒരവസ്ഥ കുറവില്ല, 2 ആൺകുട്ടികളുണ്ട്. ഞാൻ അസലായിട്ട് നന്നായി, അല്ല സഹായിച്ച അനക്ക് പെൺകുട്ടികളില്ല, നന്നായി. ജോലി ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ആരാന്റെ ഹക്കില് പിടിക്കണ ഈ ജോലി? ഒരു അക്കല് പിടിക്കലും ഇല്ല. എന്താണ് നിങ്ങൾക്കൊക്കെ ഇത് ആരൊക്കെയോ വന്ന് ഒരാളും തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറഞ്ഞിട്ടില്ല. വല്ലതും പറയാം. ഈ 10, 400, 500 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരാൾ അവിടെ വന്ന് അന്വേഷിക്കാനോ ചെല്ലാനോ ഇല്ല അപ്പൊ അത് എന്നുള്ള കാരണാണ്. അന്വേഷിക്കണം, ചെന്നിട്ട് അന്വേഷിക്കണം. പിന്നെ എന്ത് വെച്ചിട്ട് അന്വേഷിക്കാനാണ് ഇവിടെ കല്യാണം നടത്തുന്നത്? ഞാൻ അന്വേഷിച്ചാല് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളെ കുടുംബക്കാരായിട്ട് പോണം, അവര് ചെന്നിട്ട് ഒരു ബ്രോക്കർ എന്ന് പറയുമ്പോഴേ അയാൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഒരു കല്യാണം കഴിഞ്ഞാ കുടുംബത്തിൽ പിന്നെ നിന്ന് ഒരു നമുക്ക് പെൺകുട്ടിനെ ഉത്തരവാദിത്തമില്ല. വേറൊരു കുടുംബത്തേക്ക് എത്തിക്കുമ്പോ ഓന്റെ നാട്ടിലെ കുറച്ച് കാര്യങ്ങള്, വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവനക്ക് റാഹത്താണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണം നടത്താൻ. അങ്ങനത്തെ ഞാൻ നടത്തിയിട്ടുള്ളൂ. പിന്നല്ലേ ഇത് കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്ക് ഉത്തരവാദിത്വം ഒന്നും ഇല്ല. എന്തിനാ പിന്നെ ഞാൻ ഇത് പിന്നാലെ നടക്കണം? പിന്നെ എന്തിച്ചിട്ട് ജനക്ക് ഉറപ്പില്ലാത്തത് ഏൽക്കാൻ നിക്കണത്? എന്തിച്ചിട്ട് ജനക്ക് ഉറപ്പില്ലാത്ത ഏൽക്കാൻ നിക്കണത്? ഇങ്ങക്ക് നിങ്ങളെ അഞ്ചത്തിനെ കൊടുക്കാൻ താല്പര്യമില്ലേ? ഇല്ല. ഈ പറഞ്ഞ മൈസൂർ കല്യാണത്തിനും ഇന്ത്യ കല്യാണത്തിനും തമിഴ്നാട് കല്യാണത്തിനും ഇന്റെ അടുത്ത് കുട്ടികളില്ല. ആകെ 2 പെൺകുട്ടികളുള്ള അത്യാവശ്യത്തിന് കൊടുത്തിട്ട് ഇവിടെ തന്നെ ആൺകുട്ടികൾ. ഇന്ന് നിങ്ങൾക്ക് ഇത് ഇത്തിരി നേരത്തെ പറഞ്ഞത് ഞാൻ 3-4 പ്രാവശ്യം കണ്ടത് 3-4 പ്രാവശ്യം നടക്കണം. അതുകൊണ്ട് തന്നെ എന്നോട് പറയാതിരുന്നത് പറ്റിയില്ലേ? ഇത്രയും വായിട്ടലക്കേണ്ട കാര്യം ഞാൻ പോവുകയാണ്. എല്ലാം നിങ്ങളെ വർത്താനം കേൾക്കാൻ വന്നാലേ നടക്കില്ല എന്ന് കണ്ടപ്പോ ഭയങ്കര തിടുക്കായില്ലേ? നിങ്ങൾക്ക് മൈസൂർ കല്യാണം എന്ന് പറയുമ്പോഴത്തേനും വലിയൊരു ഇതാണ്, ഒരു കുന്തമില്ല. ഈ മൈസൂർ കല്യാണം നടത്തിയ 100 എണ്ണത്തിൽ 10 മാത്രം നന്നായിണ്ടാവുള്ളൂ. ബാക്കി 90 അവനാന്റെ കയ്യിലിരിപ്പോണ്ട അന്റെ ഒക്കെ ചദ്യ കൊണ്ടാണ്. ഈ കുടുംബത്തിന് അങ്ങനെ കിട്ടില്ല. ഇറങ്ങി പോണെന്റെ കുടുംബത്തിന് ചലച്ച് വന്നിട്ട് നാണം കേട്ടോ. അന്നതുപോലെ വീട്ടിലേക്ക് കുടുംബത്തേക്ക് വിളിച്ചു പറ്റി പറയാനുള്ള പാടം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓ മോന്നക്ക ഓനും എന്തൊരു ഫോണും എന്തൊരു വാച്ചും കണ്ണി കണ്ട പെൺകുട്ടികളെ ഇങ്ങനെ ചതിയിൽ പെടുത്തിട്ട് ഓന്റെ കാറും ഓന്റെ വാച്ചും മോതരും മേലാജി ഭാഗത്തേക്ക് വന്നാല് അന്റെ ആ കൂസം തടി കൊണ്ട് കളപെടുക. ചാലക്കാട പൊടി